ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ പ്രയോജനം ചെയ്യുന്ന കുറേയധികം കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി പ്രയോജനം ചെയ്യും വണ്ടി ഓടിക്കുന്ന സമയത്ത്. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം, ഒരു സീക്രട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, എന്ത് സീക്രട്ട്? ഇത് വളരെ പ്രധാനമായിട്ടൊരു സീക്രട്ടാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെയധികം പ്രയോജനം ചെയ്യും. അതായത് ഒരു ഡ്രൈവർ ഇതുപോലെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നിട്ട് വണ്ടിയുടെ സ്റ്റിയറിങ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ തിരിക്കുകയാണ്. ഇതുപോലെ തിരിക്കുന്നു. ഇതുപോലെ തിരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് 2 ടയറുകളും ഒരേ രീതിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയും. അത് നമ്മൾ കുറച്ച് തിരിച്ചാൽ ഒരേ രീതിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് തിരിയുന്നു. ഇനി ഞാൻ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് നേരെയാക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ഒരേ രീതിയിൽ തിരിഞ്ഞ ടയറുകൾ ഒരേ രീതിയിൽ നേരെയാകുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന സമയത്ത് അത് അവരുടെ തലയിൽ പെട്ടെന്ന് കിട്ടും. വണ്ടി ഓടിക്കുന്ന സമയത്ത് അത് അവർക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അവർ ഒരു വണ്ടി റോഡിൽ ഓടിക്കുന്ന സമയത്ത് സൈഡിൽ ഒരു കല്ലുണ്ടെങ്കിൽ കല്ല് ഒഴിവാക്കി അവർ പോകും, ഒരു കുഴി ഉണ്ടെങ്കിൽ കുഴി ഒഴിവാക്കി പോകും. ഇനി ലെഫ്റ്റ് സൈഡ് വണ്ടി ചേരണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് തിരിച്ച് അവർ ലെഫ്റ്റ് സൈഡ് ചേർക്കും. ഈ ഒരു സീക്രട്ട് പല ആൾക്കാർക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്യണമെന്നറിയത്തില്ല. ഈ ടയറുകളുടെ തിരിവ് പിടികിട്ടുന്നേയില്ല. എന്നാൽ ഇതിന് 1-2 പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ കഴിയില്ല. ഇതിന് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ തല വെളിയിലിട്ടിട്ട് വണ്ടിയുടെ ടയർ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് ഒരു വണ്ടി എടുക്കുന്നത്. ചിലപ്പോൾ ടയർ ലെഫ്റ്റ് സൈഡിലേക്കോ വലത് സൈഡിലേക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിശയിലൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ തിരിഞ്ഞായിരിക്കും വണ്ടി കിടക്കുന്നത്. എന്നാൽ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അവർക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും, ടയർ എങ്ങനെ കിടക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിന് കറക്റ്റായിട്ട് പഠിക്കേണ്ട ഒരു വിധമുണ്ട്. ഒരു ഡ്രൈവർ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത് ചെയ്യുന്നത്, ആ രീതിയിൽ തന്നെ നിങ്ങളുടെ പഠനം മാറ്റണം. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു, ഞാനിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ ആണെന്ന് ഉറപ്പ് വരുത്തുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ പൊസിഷനാണ് നമ്മുടെ ഓർമ്മയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതിന് ചെറിയൊരു ട്രിക്കുണ്ട്. ഇതിന് പ്രയോഗിക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത് തല വെളിയിലിട്ട് നോക്കുക എന്നുള്ളതൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ എൻ്റെ വണ്ടി ചെറിയൊരു സ്ലോപ്പിൽ ഒരു ചെറിയ കയറ്റത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് ആ വിറയൽ പോയിന്റിലേക്ക് വരുന്നു. ബ്രേക്കിൽ നിന്ന് പതുക്കെ അയക്കുന്ന സമയത്ത് വണ്ടി ആ വിറയൽ പോയിന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകില്ല. ഇനി ബ്രേക്ക് അയക്കുന്ന സമയത്ത് ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലച്ച് അയക്കുന്ന സമയത്ത് നല്ല രീതി വണ്ടി വിറയ്ക്കും, മുന്നോട്ട് നീങ്ങുന്ന പ്രതീതി കാണിക്കും. ഈ സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് എടുക്കും. അപ്പം വണ്ടി കറക്റ്റ് ചെറിയ കയറ്റത്ത് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, പതിയെ ഒന്ന് ആക്സിലറേഷൻ കൊടുത്തിട്ട് പതുക്കെ ക്ലച്ചിൽ നിന്ന് അയക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ ഒന്ന് അയക്കുക. ഇപ്പോൾ പതിയെ അയക്കുമ്പോൾ എൻ്റെ വണ്ടി നേരെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം പറയാം. ജസ്റ്റ് ഇതേ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക. എന്നിട്ട് വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഒന്ന് മുന്നോട്ടെടുക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മുടെ വണ്ടി ഈ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ ഒന്ന് എടുക്കുന്നു, എന്നിട്ട് വീണ്ടും നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി ഒന്ന് നിർത്തുക. ഇതുപോലെ നിർത്തുക. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ തിരിവ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ തിരിക്കുക. ഇങ്ങനെ ടയറിൻ്റെ പൊസിഷനിൽ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് നമ്മൾ വണ്ടി ഇങ്ങോട്ട് എടുക്കുന്നു. ഇനി ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നോക്കേണ്ടത് ലെഫ്റ്റ് മിറർ നോക്കണം. കാരണം നമുക്ക് വണ്ടി എങ്ങനെ പോകുന്നു എന്നൊരു ഐഡിയ കിട്ടണമല്ലോ. അപ്പോൾ ലെഫ്റ്റ് മിറർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബോഡി ഏരിയ കാണാവുന്ന പരുവത്തിനും വൈഡായിട്ട് റോഡ് കാണാവുന്ന പരുവത്തിനും വേണം നിങ്ങൾ ലെഫ്റ്റും റൈറ്റും മിറർ സെറ്റ് ചെയ്യാൻ. ഒരു 20% മാത്രം നമുക്ക് ബോഡി ഏരിയ കണ്ടാൽ മതി, ബാക്കി വൈഡായിട്ട് റോഡ് കാണണം. ഇത് ഈ രീതി. എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ച് വീണ്ടും എടുക്കുക. അപ്പം നമ്മുടെ വണ്ടി ഇങ്ങനെ മൂവ് ആകുന്നത് മനസ്സിലാവും. ഈ മൂവ് ആകുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിവിടെ സ്റ്റിയറിംഗ് ഇങ്ങനെ പതുക്കെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ സ്പീഡ് പരമാവധി ബാലൻസ് ചെയ്ത് തിരിക്കുക.
മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയുടെ ടയർ എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നത്, ലെഫ്റ്റ് സൈഡ് എത്രത്തോളം ചേർന്നാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയണം. അതിന് ഞാനൊരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. അതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ലെഫ്റ്റ് മിറർ കണ്ടോ, ലെഫ്റ്റ് മിറർ കറക്റ്റായിട്ട് നോക്കുക. ലെഫ്റ്റ് മിറർ കറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ആ റോഡുമായിട്ട് എത്ര ഗ്യാപ്പ് ഇട്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നതെന്ന് മനസ്സിലാക്കാം. അതായത് സൈഡിലുള്ള പുല്ലുമായിട്ട് എത്ര ഗ്യാപ്പ് ഇട്ടാണ് നമ്മുടെ വണ്ടി കിടക്കുന്നതെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുക. ഒരുപാട് ചേർന്നിട്ടുണ്ടെങ്കിൽ വലത് പിടിക്കും. ഇപ്പം ചെറിയൊരു ഗ്യാപ്പ് കിടപ്പുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയും നിങ്ങളുടെ എ പില്ലർ വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റും നോക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ഈ എ പില്ലർ വെച്ചുകൊണ്ട് നേരെ നോക്കുക. ഇപ്പം ഞാനിത് എ പില്ലർ വെച്ച് നേരെ നോക്കുകയും ഒപ്പം ഞാനിത് ഈ ലെഫ്റ്റ് സൈഡും കൂടെ നോക്കുകയാണ്. ഈ ലെഫ്റ്റ് മിറർ നോക്കിയിട്ട് ആ സ്പേസ് എത്രത്തോളം ഉണ്ട്, ആ സ്പേസ് അടുക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഇപ്പോൾ ആ സ്പേസ് ഇട്ടാണ് വരുന്നത്. അതെനിക്ക് ആ മിററിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം ഞാനത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വലത് സൈഡും കൂടെ മനസ്സിലാക്കാനായിട്ട് ഒരു കാര്യം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ വണ്ടി ഇവിടെ സൈഡ് ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന സമയത്ത് എൻ്റെ എ പില്ലർ ഉണ്ട്. ഈ എ പില്ലറിന് ലെവലായിട്ടാണ് ഇത് ആ കാണുന്ന ഈ റോഡിൻ്റെ എൻഡ് വന്നേക്കുന്നത്. അതെനിക്ക് കറക്റ്റായിട്ട് ഇത് ഈ മിറർ നോക്കിക്കൊണ്ട് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഞാൻ റൈറ്റ് സൈഡിലെ മിറർ നോക്കുകയാണ്. റൈറ്റ് മിറർ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക. ഇപ്പോൾ എനിക്ക് ഈ നമ്മുടെ ഈ റോഡിൻ്റെ ഒരു പകുതി, അതായത് ഈ റോഡിൻ്റെ ഒരു പകുതി ഭാഗവും എനിക്ക് മിററിലൂടെ കാണാം. മനസ്സിലായോ? അപ്പോൾ അതിനർത്ഥം ഞാൻ ബോഡി ഏരിയ ഒരു 20% കാണാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പകുതിയിലേറെ ഭാഗം എനിക്ക് ബാക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ പകുതിയിലേറെ വണ്ടിയുടെ ബാക്ക് റോഡുകൾ എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി കണ്ടോ കറക്റ്റ് ലെഫ്റ്റ് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പോൾ എതിരെ വരുന്ന വാഹനമായിട്ട് കണ്ടോ ഇത്രത്തോളം ഗ്യാപ്പ് ഇട്ടാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത്. ഒരു കാരണവശാലും എൻ്റെ വണ്ടി എതിരെ വരുന്ന വണ്ടിയെ തട്ടത്തില്ല. പിന്നെ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന മിററുകൾ, അതിൻ്റെ വീതിയും കൂടെ നമ്മൾ ശ്രദ്ധിച്ചോണം. അത് പ്രത്യേകിച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിച്ചോണം. കാരണം നമ്മൾ ഈ വഴിയാത്രക്കാരൊക്കെ പോകുമ്പോൾ അവരുടെ കയ്യിൽ ഈ മിറർ പോയി അടിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഡ്രൈവിങ്ങിലൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പിടികിട്ടിയല്ലോ. എന്നിട്ട് ഇനി വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ കാണിക്കാം. ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇവിടെ വണ്ടി എടുക്കുകയാണ്. ദേ ടയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് ഇറക്കത്താണ് വണ്ടി കിടക്കുന്നത്. ജസ്റ്റ് ബ്രേക്ക് അയച്ചു. ഇപ്പോൾ വണ്ടി നേരെ പോകുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത്ര എനിക്ക് ചേരണ്ട, ഞാൻ കുറച്ച് റൈറ്റ് പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, വണ്ടി നമ്മളൊരു നോർമൽ കണ്ടീഷനിൽ അങ്ങ് ഓടിക്കുക. നിങ്ങൾ ലെഫ്റ്റ് നോക്കണ്ട, റൈറ്റ് നോക്കണ്ട. എന്നിട്ട് വണ്ടിക്ക് ജസ്റ്റ് മൂവ്മെൻറ്റ്സ് നൽകുക, ക്ലച്ച് പിടിക്കുക, നിങ്ങൾ സെക്കൻഡ് ഗിയർ കൊടുക്കുക. സെക്കൻഡ് ഗിയർ കൊടുത്തിട്ട് നിങ്ങൾ ഇടത് സൈഡിലേക്ക് ചുമ്മാ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങളൊന്ന് ചേർക്കാൻ നോക്കുക. ചേർക്കാൻ നോക്കുന്ന സമയത്ത് ഇത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് മിറർ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രത്തോളം സ്പേസ് ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് പിടികിട്ടും. ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പ്രധാന നോട്ടം എപ്പോഴും റോഡിൻ്റെ നേരെ ആയിരിക്കണം. ഒരിക്കലും ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഓടിക്കരുത്. പ്രധാന നോട്ടം എപ്പോഴും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിരിക്കണം. ഇങ്ങനെ തന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നോക്കി ഒന്ന് ചെക്ക് ചെയ്ത് വീണ്ടും സ്ട്രൈറ്റ് ആയിട്ട് നോട്ടം വരിക. ഈ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് റെഡി ആകാനായിട്ട് വില്ലേജ് റോഡിലൂടെ ഓടിച്ച് പഠിക്കുക. വില്ലേജ് റോഡിലൂടെ ഓടിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്കിതുണ്ട്, ഇതുപോലെ ചെറിയ കട്ടിങ്ങുകൾ ഒക്കെ നമുക്ക് ചേർത്ത് ഓടിക്കാനും നമ്മുടെ വണ്ടി കുഴി ചാടുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനും കഴിയും. കുഴിയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി മാറ്റി കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കും. കാരണം അവിടെ അങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ മെയിൻ റോഡിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കുറെ കൂടെ നന്നായിട്ട് ഓടിക്കാൻ കഴിയും. കാരണം എന്താ, വീതി ഉള്ള റോഡായതുകൊണ്ട് നമുക്കൊന്നും പേടിക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നടുക്കൊക്കെ ഓടിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, വില്ലേജ് റോഡിലൂടെ പരമാവധി ഓടിക്കുക. വില്ലേജ് റോഡിലൂടെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് ഓടിക്കും. എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വളരെ ശ്രദ്ധിച്ച് തന്നെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ എടുക്കാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്, ഈ ജഡ്ജ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ നോട്ടത്തിൽ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഇത്രത്തോളം വന്ന് ഇങ്ങനെ ചേരുന്നു. അതായത് റോഡിൻ്റെ എൻഡും എൻ്റെ കൈയും ഇത് നോക്കുന്ന സമയത്ത് ഒരേ രീതിയിലാണ് വരുന്നതെങ്കിൽ നമ്മളിത് ഈ റോഡിൻ്റെ എൻഡ് ചേർന്ന് തന്നെയാണ് എൻ്റെ വണ്ടി പോകുന്നത്. ഇപ്പം ആ ചേട്ടനെ ഇടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ട് പിടിക്കുക. ഈ ഗ്യാപ്പ് ഇട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ആളെ ഇടിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ലെവൽ വെച്ച് ഇങ്ങനെ ഓടിക്കുകയാണ്. ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ കട്ടിങ്ങിനോട് ചേർന്ന് അല്ലെങ്കിൽ കട്ടിങ്ങിലൂടെയാണ് എൻ്റെ വണ്ടി പോകുന്നത്. ഇപ്പോൾ കട്ടിങ്ങിലാണ് ഇടത് സൈഡിൽ ടയർ നിൽക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു ലെവൽ. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ലെഫ്റ്റ് മിറർ നോക്കുക. ലെഫ്റ്റ് മിറർ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിടികിട്ടും
മനസ്സിലായോ ഇത്രത്തോളം ചേർന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ എ പില്ലർ വെച്ച് നേരെയുള്ള ലൈനിലാണ് എൻ്റെ വണ്ടി കിടക്കുന്നത്, ഈ കട്ടിങ്ങിന് വെളിയിലാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തെ ഒരു ഗ്യാപ്പ് നമുക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് വലത് പിടിക്കും, കാരണം എനിക്ക് കട്ടിങ്ങിന് ഇങ്ങോട്ട് കയറണമല്ലോ. ഒരു റൗണ്ട് ഇങ്ങോട്ട് സ്റ്റിയറിംഗ് പിടിച്ചു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ ഇങ്ങോട്ട് വണ്ടി പതുക്കെ എടുത്തിട്ട് സ്റ്റിയറിംഗ് നേരെയാക്കി. എന്നിട്ട് ഞാൻ ഈ ലെവൽ വെച്ചിട്ട് നോക്കും. ഈ ലെവൽ വെച്ചിട്ട് ആ കട്ടിങ്ങിനെ നോക്കുകയാണ്, ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ ലെഫ്റ്റ് മിറർ ചെക്ക് ചെയ്യുവാണ്. ചെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കുക, എൻ്റെ വണ്ടി ആ ലെഫ്റ്റിലെ ആ ടാറിങ്ങുമായിട്ട് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ലെവൽ വെച്ചാണ് നമ്മൾ റോഡിൻ്റെ സെൻറ്റർ നോക്കുന്നതെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സൈഡിലുള്ള ഗ്യാപ്പ് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ അല്ലെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയും. അപ്പം വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ബൈ.